ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ട്രൂകളറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ട്രൂകളർ എന്താണ്, ഏതാണ്, അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ ട്രൂകളർ എന്താണ് എന്ന് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വിവരിച്ച് തരാം. ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ലിസ്റ്റിൽ സേവ് ചെയ്യാതെ കിടക്കുന്ന നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ, ആ വ്യക്തി ആരാണ് എന്നുള്ളത് അറിയാൻ നമുക്ക് നല്ല താല്പര്യമായിരിക്കും. അപ്പോൾ ആ വ്യക്തി ആരാണ് എന്നുള്ളത് നമുക്ക് കോളുകൾ വരുമ്പോൾ തന്നെ മുൻകൂട്ടി കാണിച്ചു തരാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് ഈ ട്രൂകളർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള പെർമിഷനുകളും ഇതിൽ അലോ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പെർമിഷനാണ് കോൺടാക്റ്റ് ലിസ്റ്റിൻ്റെ പെർമിഷൻ എന്നുള്ളത്. അത് അലോ കൊടുക്കുന്നതിലൂടെ നമ്മൾ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാ സേവ് ചെയ്തിട്ടുള്ള നമ്പറുകളും അവരുടെ സെർവറിലോട്ട് അത് സേവ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു സേവ് ചെയ്തിട്ടുള്ള നമ്പറുകൾ വെച്ച് മാച്ച് ചെയ്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ ഫോണിലും ഈ നമ്പറുകളിൽ നിന്ന് വിളിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചിലർക്കൊന്നും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല, എന്നാൽ ഇതിലെ ഫീച്ചർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യവുമായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഇതിലെ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അതെങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ട്രിക്ക് എങ്ങനെയെന്നുള്ളത് നോക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയട്ടെ. നമ്മൾ ട്രൂകളർ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടുന്ന അതേ ഒരു സിമ്പിളായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടില്ല. ഓർക്കുക, ഇതൊരു ട്രിക്ക് മാത്രമായതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ നമ്പറുകൾ മാനുവലായി ടൈപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ടെലിഗ്രാം എന്നുള്ള ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ടെലിഗ്രാം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടാവില്ലല്ലോ. നമ്മൾ ടെലിഗ്രാം എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ഈ സെർച്ച് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാർ ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം മുകളിൽ സെർച്ച് ബാറിൽ ട്രൂകളർ ബോൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ മുമ്പ് ടൈപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് മുകളിൽ തന്നെ ട്രൂകളർ ബോൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ രണ്ട് ഐക്കണുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ മുകളിലത്തെ ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിങ്ങനെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ലോഗിൻ എന്നുള്ള ഒരു ബട്ടണും കൂടെ. നിങ്ങൾക്കിങ്ങനെ ലോഗിൻ ചെയ്യാതെ നിങ്ങൾക്ക് 5 പ്രാവശ്യം 5 നമ്പറുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ 5 പരിധിയും എൻ്റെ ഇവിടെ തീർന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് സെൻഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പറുകൾ ആരുടെയാണ് എന്നൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ ലോഗിൻ ചെയ്യുന്നുണ്ട്. ലോഗിൻ എന്നുള്ള ബട്ടണിൽ അമർത്തിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, +91 എന്നുള്ളത് മുമ്പേ ചേർത്ത് മാത്രമായിരിക്കണം നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മളുടെ സ്വന്തം നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് ബട്ടൺ അമർത്തിയാൽ നമ്മുടെ ഫോണിലോട്ടൊരു OTP നമ്പർ വരുന്നതാണ്. അതിവിടെ ടൈപ്പ് ചെയ്ത് വീണ്ടും സെൻഡ് ബട്ടൺ അമർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര നമ്പറുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ നമ്പറിൽ OTPക്ക് വേണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് OTP വന്നിട്ടുണ്ട്. അതിനുശേഷം ആ OTP നമ്പർ ഞാനിവിടെ മെസ്സേജ് എന്നുള്ളതിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ OTP ഞാൻ സെൻഡ് എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോഗിൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് എത്ര നമ്പറുകൾ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ വ്യക്തിയുടെ പേര് ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ താഴെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ലിങ്കും കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇതേ ഒരു നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ടിലും നമ്പർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലിങ്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.